പരിചയപ്പെടുക. അങ്ങനെ അധികം സൗഹൃദം നടിച്ച ശേഷം അടുത്ത പരിചയമായ ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനായി കുട്ടിയെ വിളിക്കുക. ആ ഫുഡിൽ കുട്ടി അറിയാതെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലർത്തി കൊടുക്കുക. അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുത്ത് അങ്ങനെ കുട്ടിയെ മറ്റ് ലൈംഗികരോട് ഉപയോഗിക്കുക. അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക. അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിൽ മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെണിയിലാണ് താൻ അകപ്പെട്ടത് മനസ്സിലാവുന്നത്. പോലീസിന് സഹായം വേണ്ടുന്നത്. നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ MDMA വിറ്റതിന് മറ്റൊരു കേസുമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രണയം നടത്താൻ വേണ്ടിയിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് അടിമയാക്കിയിട്ട് പിന്നീട് ലൈംഗിക പീഡനം നടത്തുന്ന ഈ ഒരു സിസ്റ്റം രക്ഷിതാക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണേണ്ട ഒരു സമയമാണിത്. കുട്ടികളെ സ്ഥിരമായി നിരീക്ഷിക്കുക, അവരുടെ ബന്ധങ്ങൾ എന്താണ്, അവരുടെ സോഷ്യൽ മീഡിയയിലെ മൂവ്മെന്റുകൾ എല്ലാം വാച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.